രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ ഒരു സിനിമയാണ് ഈ മാസം തിയേറ്ററിലെത്തിയ അല്ലു അർജുൻ ചിത്രം പുഷ്പ 2. സിനിമയുടെ പ്രീമിയർ ഷോയ്ക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് ഒരു സ്ത്രീ മരിച്ച സംഭവത്തിൽ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തത് ആന്ധ്ര തെലങ്കാന രാഷ്ട്രീയത്തിലും പൊട്ടിത്തെറിയുണ്ടാക്കിയിരുന്നു. തെലങ്കാന മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡിയും അല്ലു അർജുനും തമ്മിലുള്ള വഴക്കായും ചിലർ ഇതിനെ വിലയിരുത്തുന്നുണ്ട്. സിനിമയും രാഷ്ട്രീയവും പലപ്പോഴും പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കാറുണ്ട്. എന്നാൽ ഇത് ആദ്യമായല്ല സിനിമാ താരങ്ങളും രാഷ്ട്രീയ നേതാക്കളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ജയലളിതയും രജനീകാന്തും തമ്മിലുള്ള വഴക്ക് ഏറെ വിവാദമായ ഒന്നായിരുന്നു. 1976 ഒരു സിനിമയുടെ ചർച്ചയ്ക്കെത്തിയ രജനീകാന്തിനെ ജയലളിത മടക്കി അയച്ചിരുന്നു. ഇതാണ് ഇവര് തമ്മിലുള്ള തർക്കത്തിന്റെ പ്രധാന കാരണമായി പറയുന്നത്. പിന്നീട് 1992 ചെന്നൈയിലെ RK റോഡിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുടെ വാഹനവ്യൂഹത്തിന് വഴിയൊരുക്കാൻ വേണ്ടി പോലീസ് രജനീകാന്തിന്റെ കാറ് തടഞ്ഞിരുന്നു. എന്നാൽ കാറിൽ നിന്നും പുറത്തിറങ്ങി ഒരു സിഗരറ്റ് കത്തിച്ച് റോഡരികിൽ നിന്ന് രജനി തന്റെ പ്രതിഷേധം അറിയിച്ചു. രജനിയെ കണ്ടതോടെ ജനം അദ്ദേഹത്തെ പൊതിയുകയും ജയലളിതയുടെ വാഹനവ്യൂഹത്തിന് പോകാൻ പോലും സാധിക്കാത്ത തരത്തിൽ ജനം നിറയുകയും ചെയ്തു. ആ വർഷം പുറത്തിറങ്ങിയ മന്നൻ എന്ന സിനിമയിലൂടെയും ജയ അധികാരത്തിൽ വന്നാൽ തമിഴ്നാടിനെ രക്ഷിക്കാൻ ദൈവത്തിന് പോലും സാധിക്കില്ല എന്ന് പറഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും രജനീകാന്ത് ജയലളിതയ്ക്കെതിരെ ആഞ്ഞടിച്ചു. 1998 പടയപ്പ എന്ന ചിത്രം ഇറങ്ങിയത്. ഈ സിനിമയിലെ നീലാംബരി എന്ന പ്രതിനായികയ്ക്ക് ജയലളിതയോട് സാമ്യം ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നുണ്ട്. തമിഴ് ചരിത്രത്തിലെ മറ്റൊരു പോര് കരുണാനിധി MGR ബന്ധമാണ്. തമിഴകം കണ്ട ഏറ്റവും മികച്ച സൗഹൃദത്തിനും അതുപോലെ തന്നെ വാശിയേറിയ പോരിനും ഉദാഹരണമായിരുന്നു ഈ ഒരു ബന്ധം. DMK സ്ഥാപകനും തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയുമായ CN അണ്ണാദുരൈയുടെ മരണത്തെ തുടർന്ന് കരുണാനിധി മുഖ്യമന്ത്രി പദത്തിലെത്തിയതോടെയാണ് രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. DMKയുടെ ട്രഷററായിരുന്നു MGR. ഒരിക്കൽ പാർട്ടി ഭാരവാഹികളുടെ സ്വത്ത് വിവരങ്ങൾ പരസ്യപ്പെടുത്തണമെന്ന് MGR വെല്ലുവിളിച്ചതോടെ അതൊരു വലിയ തർക്കമായി വളരുകയായിരുന്നു. എന്നാൽ MGRനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി കരുണാനിധി തിരിച്ചടിച്ചു. പിന്നാലെ AIADMK എന്ന സ്വന്തം പാർട്ടി പ്രഖ്യാപിക്കുകയും മുഖ്യമന്ത്രിയാവുകയും അദ്ദേഹത്തിന്റെ മരണം വരെ DMKക്ക് പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വരികയും ചെയ്തു. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഏറ്റവും ഒടുവിലായി കണ്ട രാഷ്ട്രീയ താരപ്പോര് MK സ്റ്റാലിനും വിജയും തമ്മിലാണ്. ഇരുവരും തമ്മിലുള്ള പോര് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. വിജയുടെ ലിയോ സിനിമയുടെ വിജയാഘോഷത്തിന് ആദ്യം സർക്കാർ അനുമതി നൽകിയിരുന്നില്ല. പിന്നീട് വിജയ് ചെന്നൈ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്തിയ വിജയാഘോഷത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയും പാർട്ടി പ്രഖ്യാപിക്കുകയും ചെയ്തു. സേലത്തോ മധുരയിലോ ട്രിച്ചിയിലോ തമിഴക വെട്രി കഴകം എന്ന പാർട്ടിയുടെ ആദ്യ പൊതുസമ്മേളനം നടത്താനുള്ള അനുമതിക്ക് വേണ്ടി വിജയ് പലതവണ സർക്കാരിനെ സമീപിച്ചിരുന്നു. എന്നാൽ അനുമതിയൊന്നും ലഭിച്ചില്ല. പിന്നീട് വിഴുപുരത്തെ വിക്രവാണ്ടിയിൽ ആദ്യ പൊതുസമ്മേളനത്തിന് അനുമതി ലഭിക്കുകയായിരുന്നു. ആദ്യത്തെ സമ്മേളനത്തിൽ സ്റ്റാലിൻ കുടുംബത്തിനെതിരെയും DMKയുടെ ദ്രാവിഡ രാഷ്ട്രീയത്തിനെതിരെയും വിജയ് കടുത്ത ഭാഷയിൽ വിമർശനം നടത്തി. അതേസമയം പുഷ്പ 2വുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് തെലങ്കാനയിൽ പൊട്ടിത്തെറി ഉണ്ടായത്. യുവതി മരിച്ച സംഭവത്തിൽ അല്ലു അർജുനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. പൊതുജനമധ്യത്തിൽ താരങ്ങൾ കാണിക്കേണ്ട മര്യാദയെക്കുറിച്ച് തെലങ്കാന മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡി നടത്തിയ പരാമർശം വിവാദമായിരുന്നു. എന്നാൽ അല്ലു അർജുന് പിന്തുണയുമായി സൂപ്പർ താരങ്ങളും ചില പാർട്ടികളും രംഗത്തെത്തി. ഇത് ഇനിയൊരു പോരിലേക്ക് നയിക്കുമോ എന്നാണ് പലരും ചിന്തിക്കുന്നത്.